ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു വഴുതനങ്ങ സൈഡ് ഡിഷാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് വഴുതനങ്ങയാണ്. അത്യാവശ്യം വലിയ സൈസിലുള്ള 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വലിയ വഴുതനയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുക്കാം. ഇപ്പൊ ഞാൻ ഈ കളർ വഴുതനങ്ങ എടുത്തിട്ടുള്ളതല്ല, നമ്മുടെ പച്ച കളർ വഴുതനങ്ങ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ വഴുതനങ്ങ എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിനാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. ഒരുപാട് കനം കൂട്ടി അരിയണ്ട, തീരെ കനം കുറച്ചും അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്, കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ മതിയാവും. കൂടെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ ഈ മസാല കൂട്ട് നേരെ തന്നെ നമ്മുടെ വഴുതനങ്ങയിൽ ഒന്ന് ചേർത്തിട്ട് നല്ല രീതിക്ക് അതൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം നമ്മുടെ വഴുതനങ്ങയിൽ നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് വഴുതനങ്ങ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ വഴുതനങ്ങയായിട്ട് ഇതിലേക്ക് വെക്കാം. ഫ്ലെയിം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ വഴുതനങ്ങ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് അടുക്കി കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിച്ചാൽ മാത്രമേ നന്നായിട്ട് ഒന്ന് ഉള്ളിൽ വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് മതിയാവും കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ ഇത് എടുക്കാം. 2 സൈഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 4 ചെറിയുള്ളി ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചെറിയുള്ളി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെറിയുള്ളിയിലെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് 2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് 1.5 കപ്പ് അളവിൽ നല്ല കട്ടി തൈര് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ തൈരൊന്ന് ലൈറ്റായിട്ട് ചൂടായി വന്നാൽ മാത്രം മതിയാവും. തിളപ്പിക്കരുത്. നമ്മുടെ ഈ തൈരിനും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ മുരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വഴുതനങ്ങ എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം 1/4 ടീസ്പൂൺ വറുത്ത ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാടിട്ട് മിക്സ് ചെയ്യരുത്, എങ്കിൽ പിന്നെ നമ്മുടെ വഴുതനങ്ങയിൽ ആ മസാല കംപ്ലീറ്റ് അങ്ങ് ഇളകിപ്പോകും. അതിൻ്റെ പേര് ലൈറ്റായിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു വഴുതനങ്ങ തൈര് കറിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ സൂപ്പറായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.